الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مسومة عند ربك وما هي من الظالمين ببعيد. صدق الله العظيم. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم: أربعة يصبحون في غضب الله ويمسون في سخط الله. قلت: من هم يا رسول الله؟ قال: المتشبهون من الرجال بالنساء والمتشبهات من النساء بالرجال والذي يأتي البهيمة والذي يأتي الرجال. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാം ഖൈറു ബർക്കത്തുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. നമ്മളിലും മക്കളിലും കുടുംബത്തിലും ബന്ധുക്കളിലും എല്ലാം റാഹത്ത് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞ വിഷയങ്ങളോട് ബന്ധപ്പെടുത്തി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പ്രത്യേകം നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചൊരു വിഷയം. ഇന്നലെ പറഞ്ഞതുപോലെ ആ ഒരു നീചവൃത്തി അത്ര കണ്ട് വ്യാപകമല്ലെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് വാർത്തകളിൽ കരുതിയാൽ കണ്ടെത്താൻ കഴിയും. അങ്ങനത്തെ ഒരു വിഷയം, അതും ഇന്നലെ പറഞ്ഞതുപോലെ ശരീരത്തിലെ സ്വകാര്യ അവയവത്തെ ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു ഭാഗം. അത് മറ്റൊന്നുമല്ല, മൃഗഭോഗം മഹാപാപമാണ് എന്ന് തങ്ങൾ അവർ സൂചിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വെച്ചുകൊണ്ട് തന്നെ മഹാനവറുകൾ സതുപദേശം ചെയ്യുകയാണ്. മൃഗഭോഗം മഹാപാപം. അതായത് ഇന്നലെ നമ്മൾ ആണിനെ പ്രാപിക്കുന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അത് വളരെ തെറ്റാണ്. വ്യഭിചാരം പോലെ തന്നെ ശിക്ഷിക്കപ്പെടുന്ന കുറ്റകൃത്യമാണെന്നൊക്കെ പറഞ്ഞു. മൃഗങ്ങളെ ഭോഗിക്കുക, മൃഗങ്ങളിലൂടെ തൻ്റെ വികാരത്തിന് ശമനം കണ്ടെത്തുക, അത് ഈ പറഞ്ഞതുപോലെ തന്നെ കടുത്ത തെറ്റാണ് ഇസ്ലാമികമായി. ഇപ്പോ അതും അല്പം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ നിരോധനമുള്ളതാണ് മൃഗഭോഗം. അടുത്തിടെ ചില കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നടപടിയെടുത്തിട്ടുണ്ട് ചില ആൾക്കെതിരെ. ചില ആളുകൾ, ഇന്നിപ്പോ മനുഷ്യന്റെ ജീവിതം നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ തോന്നും മൃഗതുല്യമായ ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നത് വേർപെട്ട് പക്വതയിലും അവന്റെ ബുദ്ധിയും കഴിവും വിവേകവും ഒക്കെ ഉപയോഗപ്പെടുത്തി ജീവിക്കേണ്ട ആളാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യൻ അറിവും വിവേകവും ഒക്കെ മാറ്റിവെച്ചിട്ട് മൃഗങ്ങളെ പോലെ തോന്നിയതൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യൻ മാറുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഈ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില ആളുകളൊക്കെ വികാരശമനത്തിന് വേണ്ടി മൃഗങ്ങളെ സമീപിക്കുന്നു. അങ്ങനെ ചിലതൊക്കെ പിടിക്കപ്പെടുകയും ജയിലിലാവുകയും കേസാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായെങ്കിൽ മാത്രമേ പിടിക്കപ്പെടുള്ളൂ, അല്ലെങ്കിൽ പിടിക്കപ്പെടില്ല. പക്ഷെ ഇസ്ലാമിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിക നിയമത്തിൽ വിലക്കുള്ള പലതും ഇന്ത്യ രാജ്യത്ത് വിലക്കുള്ള പലതും ഇസ്ലാമിനകത്തും വിലക്കുണ്ട്. ഇന്ത്യ രാജ്യത്ത് വിലക്കില്ലാത്ത പലതും അതുകൂടി ഇസ്ലാമിനകത്ത് വിലക്കുണ്ട്. അപ്പൊ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിലക്കുകൾ എന്തൊക്കെയാണോ അതൊക്കെ പാലിച്ച് ജീവിക്കണം. ഇന്ത്യ രാജ്യത്തിന്റെ വിലക്ക് അതും നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. ഇന്നലെ നാം ഒരു ഹദീസ് കേട്ടിരുന്നു. അല്ലാഹു തആലയുടെ ശാപം ഏറ്റുവാങ്ങിയ 7 വിഭാഗം ആളുകൾ. ആ വിഭാഗത്തിൽ ഈ മൃഗത്തെ സമീപിച്ച് വികാരശമനം വരുത്തുന്ന ആളുകളെ കുറിച്ച് പരാമർശമുണ്ട്. അള്ളാന്റെ ലഅനത്താക്കപ്പെട്ടവരുടെ 7 വിഭാഗത്തിൽ പെട്ട ഒരു വിഭാഗമാണ് മൃഗഭോഗം നടത്തുന്ന ആളുകൾ. അത് ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞു പോയി. ഇന്ന് നോക്കൂ, ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസ്
അബൂ ഹുറൈറ തങ്ങളിലൂടെ ഉദ്ധൃതമായ ഹദീസാണ്. അള്ളാഹുവിന്റെ ദൂതർ പറയാണ്, അർബഅത്തും 4 വിഭാഗം ആളുകൾ യുസ്ബിഹൂന ഫീ ഗളബില്ലാഹ്, അവർ പുലർക്കാലത്ത് അള്ളാഹുവിന്റെ കോപത്തിലാണ് അവർ നേരം പുലരുന്നത്. വയുംസൂന ഫീ സഖത്തില്ലാഹ്, അള്ളാഹുവിന്റെ വെറുപ്പിലായിട്ടാണ് അവർ വൈകുന്നേരത്തിലാകുന്നത് എന്നൊരിക്കൽ തിരുദൂതർ പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ പറയണം, ആ സമയത്ത് ഞാൻ ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് ദൂതരെ ആ 4 വിഭാഗം ആളുകൾ? ഖാല, ആ സമയത്ത് അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞു, അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസായി, ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പെണ്ണുങ്ങളോട് സദൃശരായി ജീവിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾ അവർ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇന്ന് കുറച്ച് ആണുങ്ങളെയൊക്കെ ചെറുപ്പക്കാരെയൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നല്ലേ, പെണ്ണുങ്ങളെ പോലെ മുടി നീട്ടി വളർത്തി, പെണ്ണുങ്ങളെ പോലെ ആഭരണം അണിഞ്ഞ്, പെണ്ണുങ്ങളുടെ നടപ്പും ഇരിപ്പും എന്ന് പറഞ്ഞാല് ഏകദേശം ഓർക്ക് ആണായതിൽ എന്തോ അപമാനമുള്ളതുപോലെ തോന്നുന്ന രൂപത്തിലാണ് ചില ആളുകളുടെ വേഷഭൂഷാദികളും അവന്റെ നടപ്പും അവന്റെ പരിപാടികളും ഒക്കെ. നോക്കൂ നിങ്ങൾ, നമുക്ക് നിഷിദ്ധമാണത്. ആണുങ്ങൾ ആണുങ്ങളായിട്ടും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായിട്ടാണ് അവരെന്ത് ചെയ്തേണ്ടത്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്നാൽ അള്ളാന്റെ കോപമുള്ള 4 വിഭാഗത്തിൽ ഒരു വിഭാഗം എന്താ അറിയോ, അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ, ആണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് പെണ്ണുങ്ങളെ പോലെ നടക്കുന്ന ആളുകൾ. 2 വൽ മുതശബ്ബിഹാത്തു മിനൻ നിസാഇ ബിർരിജാൽ, നേരെ ഓപ്പോസിറ്റ്, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആണുങ്ങളെ പോലെ നടക്കുന്ന ആളുകൾ, പെണ്ണുങ്ങൾ. അവരും ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കോപത്തിലായി നേരം പുലരുന്നു, അള്ളാഹിന്റെ വെറുപ്പിലായി വൈകുന്നേരത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ വെറുപ്പിലും കോപത്തിലുമായി കഴിയുന്ന ആളുകളാണ് അവരൊക്കെ. 2 മൂന്നാമത്തെ അള്ളാഹിന്റെ ദൂതർ എണ്ണി, വല്ലദീ യഅ്തിൽ ബഹീമത, വികാരശമനത്തിന് വേണ്ടി മൃഗത്തെ സമീപിക്കുന്നവൻ പോലും ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെയും വൈകുന്നേരവും അള്ളാഹിന്റെ കോപത്തിലും വെറുപ്പിലുമാണ്. നാലാമത്തത് ഇന്നലെ പറഞ്ഞ വിഷയം തന്നെ, അവന്റെ വികാര ശമനത്തിന് വേണ്ടി ആണുങ്ങളെ സമീപിക്കുന്നവൻ, അവനും ഈ പറഞ്ഞവൻ. ഈ 4 വിഭാഗവും അള്ളാഹുവിന്റെ കോപത്തിലായിട്ടാണ് രാവിലെയും വൈകുന്നേരമൊക്കെ കഴിഞ്ഞു പോകുന്നത് എന്ന് തിരുനബിയുടെ ഹദീസുണ്ട്. അപ്പൊ നമ്മൾ ഗൗരവത്തിൽ കാണണം. ഒരാൾ മൃഗഭോഗം ചെയ്താൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശം തിരുദൂതരുടെ വാക്യമുണ്ട്. എന്താ അറിയോ, ഒരാൾ മൃഗഭോഗം ചെയ്താൽ അവരെ കൊന്നാളണം, അവനെ മാത്രമല്ല ആ മൃഗത്തെ കൊന്നാളണം. പറഞ്ഞ അത്ര കടുപ്പം, അത് ഗൗരവപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ വാക്കാണ്. എന്നല്ലാതെ ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ശിക്ഷാമുറ ഇല്ല. മൃഗത്തെ കൊല്ല എന്നുള്ള ശിക്ഷാവിധി ഇല്ല. പക്ഷെ അതിന്റെ വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി പറയാം, മൃഗഭോഗം നടത്തിയാൽ ആ മൃഗത്തെ അടക്കം കൊന്നാളണം. എന്നാൽ അത്രയും നീചമായിട്ടുള്ള ഒരു കൃത്യമാണ്, വൃത്തിയാണ്, അത് വേണ്ട. അതൊരു ഗൗരവത്തെ അറിയിക്കാനുള്ള വാക്യമാണ് ആ കൊല്ലണം എന്നൊക്കെ പറഞ്ഞത് എന്ന് വ്യാഖ്യാനങ്ങളിൽ കാണാം. എന്നല്ലാതെ സാക്ഷാൽ കൊലയല്ല. ഇതുപോലെ നമ്മുടെ സ്വകാര്യ അവയവത്തെ സൂക്ഷിക്കേണ്ട ഒരു വിഷയം ഇന്ന് കൗമാരക്കാരിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു വിഷയമാണ്. അതെന്താ, ഈ മൃഗഭോഗം പറഞ്ഞു, ഇനി കൗമാരക്കാരിൽ കൂടുതൽ കാണുന്നുണ്ട് സ്വയം ഭോഗം, സ്വന്തം കൈ ഉപയോഗിച്ചുകൊണ്ട് ഭോഗിക്കുക, മുഷ്ടി മൈഥുനം എന്ന് പറയും. ഇതും ദൂഷ്യമുള്ളതാണ്. അത് മോശപ്പെട്ടതാണ്, മദ്മൂമുൻ ആക്ഷേപാർഹമാണ്. അതിനാൽ ആഫത്തുകളും പരീക്ഷണങ്ങളും ധാരാളം വരാനുണ്ട്. ചില ആളുകൾ അതിന് അഡിക്റ്റാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. അവൻ നന്നായിട്ട് അതിൽ ജാഗ്രത പുലർത്തുകയും ശ്രദ്ധിക്കുകയും വേണം. വരാതെ സൂക്ഷിക്കണം. അതവന്റെ ഭാവിയിലുള്ള വരാനിരിക്കുന്ന വൈവാഹിക ലൈംഗിക ജീവിതത്തെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് എത്തിപ്പോകും സ്വയം ഭോഗം. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തിരുദൂതരുടെ വചനത്തിൽ ഇങ്ങനെയൊക്കെ കാണാം, അള്ളാഹു ശപിച്ചിരിക്കുന്നു മൻ, ഒരാള്. ഏതാണ് ആള്? ഓന്റെ കയ്യിനെ നിക്കാഹ് ചെയ്തു. കയ്യിനെ നിക്കാഹ് ചെയ്ത്, സാധാരണ പെണ്ണിനെ നിക്കാഹ് ചെയ്യല്. കയ്യിനെ നിക്കാഹ് ചെയ്തോന്ന് ശപിക്കുക. അള്ളാഹ് കയ്യിനെ നിക്കാഹ് ചെയ്തോന്ന് അള്ള ശപിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പെണ്ണിനെ നമ്മുടെ വികാര ശമനത്തിന് നമ്മൾ നിക്കാഹ് ചെയ്തിട്ട് പെണ്ണിനെ എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ അവൻ അവന്റെ കൈ കൊണ്ട് സുഖം കണ്ടെത്തുന്നു എങ്കിൽ അത്തരക്കാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം.
മറ്റൊരു ഹദീസിൽ കാണാം, അഹ്ലക്കല്ലാഹു ഉമ്മത്തൻ, ഒരു വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു, ഒരു സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. കാനൂ യഅബസൂന ബിഫുറൂജിഹിം, അവരവരുടെ ഈ സ്വകാര്യ അവയവം കൊണ്ട് കളിക്കുന്നവരായിരുന്നു, ലൈംഗിക അവയവം കൊണ്ട് അനാവശ്യങ്ങൾ കളിക്കുന്നവരായിരുന്നു. ആ കളിക്കുന്നവരെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നെല്ലാം ഹദീസ് കാണിക്കുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടി മറക്കാതെ നമ്മൾ ചൊല്ലുകയില്ല. മലമൂത്ര വിസർജനം കഴിഞ്ഞ് ശുദ്ധീകരിച്ച് പുറത്തു വന്നാൽ നമ്മൾ ചൊല്ലണം, അല്ലാഹുമ്മ ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നീൽ അദാ വഅഫാനി എന്നതിന്റെ കൂടെ ഇതുകൂടി ചേർത്ത് കൊടുക്കണം. اللهم طهر قلبي من النفاق وحصن فرجي من الفواحش. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ കാപട്യത്തിൽ നിന്ന് ശുദ്ധിയാക്കി തരണം പടച്ചോനെ. എൻ്റെ ഈ ലൈംഗികാവയവത്തെ നീ എല്ലാവിധ ദൂഷ്യങ്ങളിൽ നിന്ന്, നീതച്ചരങ്ങളിൽ നിന്ന് നീ സംരക്ഷിക്കുകയും ചെയ്യണേ പടച്ചോനെ എന്നർത്ഥം വരുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. അതോടൊപ്പം ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും വേണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ ദീനിന്റെ നിയമങ്ങൾ ശ്രദ്ധയോടുകൂടി പാലിച്ച് ജീവിക്കുന്ന നല്ലവരാകാൻ ഭാഗ്യം തരണം റഹ്മാനെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അനാവശ്യ പ്രവൃത്തികളും വാക്കുകളും എല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. വരാനിരിക്കുന്ന മാസത്തെ വേണ്ടതുപോലെ വരവേൽക്കാനും ധന്യമാക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.